എടുത്തിട്ട് ആദ്യമായിട്ട് ടയറും പൊട്ടി വഴി കിടക്കേണ്ട ഒരു അവസ്ഥ വന്നു. സത്യം പറഞ്ഞാൽ വഴി കിടക്കേണ്ടി വന്നാൽ എന്തോ ഭാഗ്യം എന്ന് വേണം പറയാൻ. ഇല്ലെന്നുണ്ടെങ്കിൽ ജസ്റ്റ് മിസ്സിനാണ് കുഴി പോകാതെ രക്ഷപ്പെട്ടത്. അതായത് നമ്മുടെ കുട്ടിക്കാനം ഏലപ്പാറ റൂട്ടിൽ ആ റൂട്ടിൽ പോകുമ്പോഴത്തേനാണ് നമ്മുടെ ടയർ പൊട്ടുന്നത്. എന്നിട്ട് എന്തോ ഭാഗ്യത്തിന് കുഴി പോയില്ല. ഞാൻ ഇതിന് മുന്നേ എൻ്റെ ഒരു വീഡിയോയിലൂടെ നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. നമ്മളൊരു ടയർ മേടിക്കുമ്പോഴത്തേനും ഓക്കെ കുറച്ച് നമുക്ക് റേറ്റ് കുറഞ്ഞ് കിട്ടും എന്നുള്ള ഒരു റീസൺ കൊണ്ട് മാത്രം നിങ്ങൾ പോയിട്ട് ഒരു ചൈന ടയറോ ഇല്ലെന്നുണ്ടെങ്കിൽ ചെത്ത് ടയറോ ഒന്നും മേടിച്ചിടാതിരിക്കുക. കാര്യം ഓക്കെ നമുക്കൊരു പുതിയ നല്ലൊരു കമ്പനി ടയർ എടുക്കുമ്പോഴത്തേനും അത്യാവശ്യം റേറ്റ് ആവും. പക്ഷെ ഇപ്പം നമുക്ക് ടയർ മേടിക്കാനായിട്ട് ഓൾമോസ്റ്റ് എല്ലാ ഷോപ്പിലും EMI ഒക്കെ അവൈലബിൾ ആണ്. സോ ഏറ്റവും നല്ലതെന്ന് പറഞ്ഞാൽ എപ്പോഴും നല്ല ടയർ മേടിച്ചിടുന്നതാണ്. അപ്പം ആ ഒരു ഇൻസിഡൻറ്റ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ വണ്ടിക്ക് 4 JK ടയറാണ് മേടിച്ചിട്ടത്. അപ്പം നമ്മൾ ഈ ടയർ മേടിച്ചപ്പോഴത്തേനും നോക്കിയ കുറച്ച് കാര്യങ്ങൾ, പിന്നെ ഇപ്പം ഞാൻ പറഞ്ഞ പോലെ തന്നെ ഈ പഴയ ടയറൊക്കെ മേടിക്കാതിരിക്കുന്ന ഒരു കാര്യം കൂടെ ഞാൻ നിങ്ങളുമായിട്ട് എന്തായാലും ഷെയർ ചെയ്യാന്ന് വെച്ചു. സോ വെൽക്കം ടു എനി എപ്പിസോഡ് ഓഫ് ക്യൂൻ ഓൺ വീൽസ്. ഇപ്പം നമ്മൾ സ്കോർപിയോ എടുത്ത ടൈമിൽ നമ്മുടെ ഈ വണ്ടിയെ കിടന്നെന്ന് പറഞ്ഞാൽ 2 എണ്ണം ചൈന ടയറും വേറെ 2 എണ്ണം ഏത് ബ്രാൻഡാണെന്ന് പോലും അറിയാത്ത രീതിയിലുള്ളൊരു ടയറുമായിരുന്നു. അതായത് ഈ കമ്പനി പല റീസൺ കൊണ്ട് റിജക്റ്റ് ചെയ്യുന്ന ഈ ടയറുകളുണ്ട്. അത് ബ്രാൻഡ് ഏതാന്ന് പോലും അറിയത്തില്ലാതെ ഇവിടുന്ന് ചെത്തിയിട്ട് വരുന്ന ടയറുണ്ട്. അത് നമുക്ക് അതായത് ഒറിജിനൽ റേറ്റിൻ്റെ പകുതി വിലക്കൊക്കെ നമുക്ക് സാധനം കിട്ടും. അപ്പോഴത്തേനും നമ്മൾ അത്യാവശ്യം ബഡ്ജറ്റൊക്കെ ടൈറ്റ് ആയിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ ടയർ മാറണമെന്നുണ്ടെങ്കിൽ ഓക്കെ ഇത് ഫ്രഷ് ടയർ ആണല്ലോ. കാര്യം യൂസ്ഡ് ടയർ അല്ല, പുതിയ ടയറാണ്. അതായത് ഫുള്ള് കട്ടയൊക്കെയുള്ള പുതിയ കമ്പനി ടയർ തന്നെ. പക്ഷേ കമ്പനി ഏതാണെന്നൊന്നും നമുക്ക് അറിയത്തില്ലെന്നേ ഉള്ളൂ. മേടിച്ചപ്പോൾ തൊട്ട് നമ്മളിത് മാറാനായിട്ട് ഇരിക്കുമായിരുന്നു. പക്ഷേ എന്താണ് ഒരു കാര്യം വന്നപ്പോഴാണ് മാറിയെന്ന് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കിടക്കുന്ന ടയർ എന്ന് പറഞ്ഞാൽ 235, 70, 6, 16 ടയറാണ് നമുക്ക് വേണ്ടത്. ഈ ഒരു സൈസ് 4 ടയർ എടുക്കാന്ന് പറഞ്ഞാൽ ഒരു ടയറിന് ഏകദേശം 9-10 രൂപ വെച്ചിട്ട് നമുക്ക് 4 കൂടെ മാറുമ്പോൾ തന്നെ ഏകദേശം ഒരു 40,000 രൂപ കയ്യിൽ നിന്ന് മാറി കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാറാനായിട്ട് സത്യം പറഞ്ഞാൽ കുറച്ച് ഡിലേ ആയെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ നമ്മൾ ടയർ പൊട്ടിയ സമയത്ത് 4 എന്തായാലും മാറണം. അപ്പോൾ നമ്മളിങ്ങനെ അന്വേഷിച്ചപ്പോഴത്തേനും എല്ലാ കടയിലും നമ്മൾ കയറി നോക്കി, എല്ലാം ഈ റേറ്റാണ്. അങ്ങനെ അന്വേഷിച്ച് വേറൊരു കടയിൽ എത്തിയപ്പോഴത്തേനും അവിടെ നിന്നൊരു ചേച്ചി നമ്മളോട് പറഞ്ഞു അവിടെ ഈ ഒരു സൈസ് ഇല്ല, തൊട്ടപ്പുറത്ത് JKയുടെ ഓതറൈസ്ഡ് ഡീലറുണ്ട്, അവരുടെ അടുത്ത് സാധനം കിട്ടുമെന്ന് പറഞ്ഞ് നമ്മൾ അവിടെ പോയി 4 ടയർ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ സെയിം സംഭവം നമുക്ക് 7,450 കിട്ടും. 30,500 രൂപയ്ക്ക് നമുക്ക് 4 ടയറും മാറി അലൈൻമെന്റ് ഉൾപ്പെടെ നമ്മൾ 4 ടയറും മാറി. അതും ഈ റേറ്റിൽ നമുക്ക് കിട്ടിയിട്ടുള്ളത് 80 ഓൾ ടെറൈൻ ടയറാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിന് മുന്നേ നമുക്ക് സ്കോർപിയോയിൽ കിടന്ന നോർമൽ ഒരു HT ടയറാണ്. പിന്നെ പറയുന്നത് പറഞ്ഞാൽ ഇതുണ്ട് ഈ ഒരു വൈറ്റ് മാർക്കിങ് വന്നിട്ടുള്ള ഈ ഒരു ടയർ എന്ന് പറയുമ്പോഴത്തേനും അത് നിങ്ങൾക്ക് ഒറിജിനൽ വേണമെന്നുണ്ടെങ്കിൽ ഇച്ചിരി കൂടെ നല്ല റേറ്റ് ആവും. സോ നമുക്ക് പിന്നെയും ആ ഒരു റേറ്റ് മുടക്കാനായിട്ടില്ലാത്തതുകൊണ്ട് തന്നെ നമ്മൾ നോർമൽ JKയുടെ ടയർ എടുത്തിട്ട് ഈ നമുക്ക് ആമസോണിൽ നോക്കി പെയിന്റ് മാർക്കർ മേടിക്കാൻ കിട്ടും. അപ്പോൾ അത് മേടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്തു, അതിനകത്ത് നിന്നുള്ള പെയിന്റ് വേറെ ഒരു പാത്രത്തിലെടുത്ത് പഞ്ഞി മുക്കിയിട്ട് നമ്മൾ 4 ടയറിനും കൈകൊണ്ട് നമുക്ക് ഇങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ കോസ്റ്റ് കട്ടിങ് ചെയ്യാം കേട്ടോ. കാര്യം വീട്ടിൽ കൊണ്ടുവന്ന് എടുത്ത് പെയിന്റ് ചെയ്തെന്ന് ഓർത്തിട്ട് സേഫ്റ്റിയുടെ സൈഡിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാനില്ല. അതേസമയം നമ്മൾ ഈ കോസ്റ്റ് കട്ടിങ് ചെയ്യുന്നത് നമ്മുടെ സേഫ്റ്റി കൺസേൺ ഉള്ള ഒരു കാര്യത്തിലാണെന്നുണ്ടെങ്കിൽ അത് ഒരിക്കലും ചെയ്യാതിരിക്കുക. അതായത് മുന്നേ പറഞ്ഞ പോലെ റേറ്റ് കുറവാണെന്ന് ഓർത്ത് ചൈന ടയർ അല്ലാതെ പിന്നീട് നമ്മൾ കട്ട വെക്കുന്ന ടയറുകൾ, പിന്നെ ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ പുതിയ ടയർ തന്നെ ആയിരിക്കും, എന്നാലും കമ്പനി എന്തെങ്കിലും റീസൺ കാരണം റിജക്ട് ചെയ്ത ടയറുകളും വരുന്നുണ്ട് മാർക്കറ്റിൽ. ഇപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു യൂസ്ഡ് ടയർ മേടിക്കുന്നു, അതിൻ്റെ ഫസ്റ്റ് ഓണർ ആ ഒരു ടയർ മാറണം എന്നുണ്ടെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ആ ഒരു ടയറിന് പ്രശ്നം ഉള്ളതുകൊണ്ടല്ലേ മാറുന്നത്. ഇപ്പം കാശ് മുടക്കി ഇങ്ങനെ 30,000 40,000 കൊടുത്ത് മേടിച്ചിരുന്ന 4 ടയർ ഒരാവശ്യം ഇല്ലാതെ ഓക്കെ കൊണ്ട് മാറിക്കളയാം, പുതിയ ടയർ ഇട്ടേക്കാന്ന് പറഞ്ഞിട്ട് ഒരു മനുഷ്യന് പോയി മാറാൻ പോകുന്നില്ല. സോ എന്തെങ്കിലും പ്രശ്നം ഉള്ളതുകൊണ്ടാണ് അയാളത് മാറിയെന്ന് നമ്മൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെയാണ് ഈ കമ്പനി റിജക്ട് ചെയ്ത ടയറും. എന്തെങ്കിലും ഒരു ഡിഫക്റ്റ് ആ ഒരു ടയറിനുള്ളതുകൊണ്ടാണ് കമ്പനിയും അത് റിജക്ട് ചെയ്യുന്നത്. സോ ബെറ്റർ നമ്മൾ എപ്പോഴും ചെയ്യേണ്ടത് നിങ്ങളുടെ കയ്യിൽ ഇപ്പം റെഡി പേയ്മെൻ്റ് ആയിട്ട് കാശ് എടുക്കുക ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ EMI ഇട്ട് മേടിക്കുക എന്നുള്ളതാണ് നല്ലൊരു ഓപ്ഷൻ. അപ്പോൾ പിന്നെ പറയേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ JK ടയർ ചൂസ് ചെയ്തിട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ഇപ്പം നമ്മൾ പറഞ്ഞില്ല ഈ 4 ടയർ നമുക്ക് 30,500 രൂപയ്ക്ക് മാറാൻ പറ്റി. വേറെ നമ്മൾ ഈ JKയുടെ തന്നെ നമ്മൾ അല്ലാതെ ഒരു ഷോപ്പിൽ ചോദിച്ചപ്പോഴാണെന്നുണ്ടെങ്കിലും 7,800 ഒക്കെ റേറ്റ് പറഞ്ഞു. നമ്മൾ ഓതറൈസ്ഡ് അവരുടെ ആ ഒരു ഷോപ്പിൽ തന്നെ പോയതുകൊണ്ടാണ് നമുക്ക് ഇച്ചിരി കൂടെ റേറ്റ് കുറഞ്ഞ് കിട്ടിയത്. അപ്പോൾ എനിക്ക് തോന്നി ആർക്കെങ്കിലും ഒക്കെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും. കാര്യം ടയർ മാറുക എന്ന് പറഞ്ഞാൽ അത്യാവശ്യം കയ്യിൽ നിന്ന് പൈസ ഇറങ്ങുന്ന കാര്യമാണ്. അപ്പം നമ്മൾ ഇങ്ങനെയുള്ള ഓതറൈസ്ഡ്, എനിക്ക് തോന്നുന്നു ഓതറൈസ്ഡ് ആയിട്ടുള്ളിടത്തൊന്ന് പോയെടുത്താൽ കുറച്ചും കൂടെ നമുക്ക് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന സാധനം കിട്ടുന്നതായിരിക്കും എന്ന് തോന്നുന്നു. അപ്പോൾ എനിവേ ഞാൻ ഈ ഒരു വീഡിയോ കൊണ്ട് ഉദ്ദേശിച്ച മെയിൻ പോയിന്റ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ കാര്യം നമ്മൾ ഇങ്ങനെയുള്ള പൊട്ടത്തരം, അതായത് യൂസ്ഡ് ടയറുകളോ അല്ലെന്നുണ്ടെങ്കിൽ പിന്നീട് കട്ട വെച്ചാൽ അങ്ങനത്തെ ടയർ ഒന്നും മേടിക്കാതിരിക്കുക. സെക്കൻഡ് സംഭവം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് പുതിയ ടയർ തന്നെ മേടിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ബഡ്ജറ്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ലെന്നുണ്ടെങ്കിലും EMI ഇട്ട് ഇതുപോലെ തന്നെ ഓതറൈസ്ഡ് ആയിട്ടുള്ളിടത്ത് പോയെടുത്താൽ അത്യാവശ്യമൊക്കെ ഒന്ന് റേറ്റ് കുറഞ്ഞെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനിയും എന്തെങ്കിലുമൊക്കെ ഇങ്ങനത്തെ വീഡിയോ ഉണ്ടെന്നുണ്ടെങ്കിൽ വരാം. അതുവരെ ബൈ.